വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പം നമ്മളെ ഫിയബേബിൻ്റെ മുടി വെട്ടാൻ പോകട്ടോ. അപ്പോൾ ഫിയബേബിൻ്റെ മുടി വെട്ടണതിൻ്റെ മുമ്പുള്ള വീഡിയോ കണ്ടോളേ. നോട്ടെ ഫിയബേബിൻ്റെ മുടി ആക്കട്ടെ. ഹായ് മുടി. ഇത് കഴിഞ്ഞിട്ട് നോക്കട്ടെ നമുക്ക്. അങ്ങനെ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി നിലമ്പൂരിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഫിയമോളെ മുടി വെട്ടുന്നത് സാധാരണ ഇവിടെ ഫ്ലെയറിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പം വീണ്ടും വെട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണ് കേട്ടോ. ഇവിടെ മ്യൂസിക് ഉണ്ടായതുകൊണ്ട് കോപ്പിറൈറ്റ് വരുന്ന കാരണമാണ് കേട്ടോ. അപ്പം ഇനി വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ ഓരോന്നല്ലായിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട്, ഉയരത്തിലിരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ ഫിയമോള് മുടി വെട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുറുമ്പാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് വെട്ടാൻ തുടങ്ങിയ മുതലാണ് അവൾ അടങ്ങി കാണിച്ച് കൊടുക്കൽ തുടങ്ങിയത്. അത് സൂപ്പറായിട്ട് അവളെല്ലാം അടങ്ങിയിരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഫിയമോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ പോകുന്നതും അവിടുന്ന് മുടി വെട്ടുന്നതൊക്കെ നല്ല ഇഷ്ടമാണ്. അവിടെയുള്ള ഓരോരുത്തരും എടുത്ത് പറയാൻ ഇല്ല, ഓരോരുത്തരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഫിയമോള് മക്കളോടൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അവിടെ ഉള്ള ഓരോരുത്തരും. അങ്ങനെ നമ്മളെ ഫിയമോള് മുടി വെട്ടാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ മുടി വെട്ടാനുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ മാറി നിന്ന് ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഇതാ മുടിയിൽ നല്ല കെട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിയമോളെ മുടിയിൽ നല്ല കെട്ടുണ്ടായിരുന്നു. ഇന്നും കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ചീവാത്തതിൻ്റെയാണ്. അപ്പോൾ അത് കെട്ടൊക്കെ മാറ്റിയിട്ട് ഒരു നനച്ചൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ മുടി വെട്ടാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ആൾക്ക് മുടിമ കളിച്ച സമയത്ത് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മുടിയൊക്കെ ചീകി സെറ്റ് ചെയ്ത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുടി ഫ്രണ്ടിൽ അവൾ ട്രിമ്മർ വെച്ചിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് ഒക്കെ നോക്കിയിട്ട് ആ ഒരു ലെവലിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഡയാന കട്ടാണ് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മുമ്പും ഡയാന കട്ടിനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല മുഖത്തിന് നല്ല ചേർന്നതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഏതാ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഡയാന കട്ടനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്യണ ആളുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഫിയമോക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആളിനെ. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ സെറ്റാക്കണ സമയത്ത് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഫിയബേബിക്ക് നല്ല ഉറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്, കണ്ണൊക്കെ നല്ല ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട്, അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറങ്ങി ഇങ്ങനെ ഉറങ്ങി തൂങ്ങണ ഒരു ലെവലായപ്പോൾ ഇതാ ഒരാൾ പിടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ആ ആൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കുറേ സമയം രണ്ടാളും നന്നായിട്ട് തന്നെ കെയർ ചെയ്തുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നു കേട്ടോ ഹെയർ. അപ്പോൾ ഈ ഫ്ലെയർ വരുന്നത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ, നിലമ്പൂരുള്ള പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തായിട്ടാണ് കേട്ടോ. അവിടെ ധോത്തി ഷോപ്പിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് ബിൽഡിങ്. അപ്പം നമ്മൾ ഇതിൻ്റെ മുമ്പും ഇവിടെ വന്നിട്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഫിയബേബിൻ്റെ ഹെയർ കട്ട് ചെയ്തത് ഇവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് അവൾ ഡ്രിമ്മർ വെച്ചിട്ട് ഫ്രണ്ടിലെ മുടി ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു പെർഫെക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. കട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ചെയ്യുന്നതൊക്കെ സെറ്റായിട്ട് ഇരുന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവളെല്ലാത്തിനും ഇരുന്ന് സെറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കില്ല കേട്ടോ. ഭയങ്കര കുറുമ്പൊക്കെ ഇളകലുണ്ട്. അപ്പോൾ ഇന്ന് നല്ല കുട്ടിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഉറക്കം വരുന്നതൊരു നല്ലൊരു പ്രശ്നമായിട്ടുണ്ട് കേട്ടോ. ഉറക്കം വന്നിങ്ങനെ തൂങ്ങുന്നുണ്ട്. അത് മുടിയിൽ ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് തന്നെ ഒക്കെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തോന്നണ സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കി ഇങ്ങനെ വിളിക്കുമ്പം അപ്പോൾ ഒന്ന് മുഖത്തൊക്കെ നോക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉറങ്ങി തൂങ്ങും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ അപ്പോൾ മുഖത്തൊക്കെ ചിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ മുടി വെട്ടി പകുതി ആയപ്പോഴത്തേനും ബേബി നന്നായിട്ട് ഉറങ്ങിട്ടോ. ഉറങ്ങി ഇതാ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചേക്കാണ് കേട്ടോ ആള്. അപ്പോൾ കുറേ നേരം നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ മുടി വെട്ടിയത്. കുട്ടിനെ ഉണർത്താതെ അവർ രണ്ടുപേരും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ പിടിച്ചിട്ട് കട്ട് ചെയ്തു കേട്ടോ. അവർ ബേബിനെ ഉണർത്താതെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ച് മെല്ലെ ഒരു ലെവലിലാണ് കേട്ടോ മുടി കട്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കുറേ നേരം നിന്ന് ടയേർഡായപ്പോൾ പിന്നെ അവരൊന്ന് മാറ്റി പിടിച്ചു കേട്ടോ. വേറെ അടുത്ത ആൾ വന്നിട്ട് പിടിച്ചു ബേബിനെ പിടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ കട്ടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ബേബി ഉണരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ മാറി മാറി ഇങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ മുള ഉണരാത്ത രീതിയിൽ തന്നെ പിടിച്ച് നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലായിട്ടുള്ള ലെവലായിട്ടുണ്ട്. ഏകദേശമൊക്കെ കഴിയാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ അവർ മാറി പിടിച്ചിട്ടും ഉണരുന്നില്ല കേട്ടോ. ലാസ്റ്റ് എയർ പിടിക്കണ ആ ഒരു സംഭവം എത്തിയപ്പോൾ ഫൈനൽ സ്റ്റേജ് എത്തിയ സമയത്ത് ആൾ ഉണർന്നു കേട്ടോ. അപ്പോൾ ആകെ അന്തം വിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണ്ടിട്ട് ഉറക്കത്തിൽ പെട്ടെന്ന് എണീറ്റിട്ട് ആ ഒരു അന്താളിപ്പിലിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ മുടിയൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ മുടി കട്ടാക്കിയത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ബേബി ഒരു പ്രശ്നമില്ലാതെ അടിപൊളിയായിട്ട് തന്നെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബേബീൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഹെയറൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മളെ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തായിട്ടാണ് കേട്ടോ. ഫ്ലെയർ ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ നല്ല മക്കളെയൊക്കെ കൊണ്ട് വരാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. മക്കളൊക്കെ കൊണ്ടുവന്ന് നല്ല അടങ്ങിയിരുന്ന അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കളുടെ ഇഷ്ടത്തിനായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇതാണ് നമ്മളെ ബേബി ഹെയർ കട്ട് ചെയ്തതിൻ്റെ ഡയാന കട്ട് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ കൊണ്ടുവരാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.
അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ യൂട്യൂബ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ അവരുടെ ടി വിയിൽ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ട് കുറേ സമയം ഞങ്ങൾ മഴ പെയ്ത് കാരണം കുറേ സമയം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫിയ ബേബിക്ക് നല്ല ഇഷ്ടമായവരൊക്കെ അവർക്കൊക്കെ ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പോവാണ്. നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.